നിങ്ങളെ ആരെങ്കിലും ഒന്ന് പ്രശംസിച്ചുവെന്ന് കരുതുക. ആ ഒരു കോംപ്ലിമെന്റ് മതി ആ ഒരു ദിവസം മുഴുവനും നിങ്ങൾ ഹാപ്പി ആയിരിക്കുക. എന്നാൽ ഒരു അവഗണന, ഒരു കുറ്റപ്പെടുത്തൽ നിങ്ങളുടെ ആത്മാഭിമാനത്തെ, സ്വയമൂല്യത്തെ മുഴുവനും ചോദ്യം ചെയ്യുവാൻ കാരണമാവുകയും ചെയ്യും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് ചില ആളുകളുടെ അഭിപ്രായങ്ങൾ നമ്മെ ആഴത്തിൽ ബാധിക്കുന്നു? നമ്മൾ എന്തുകൊണ്ട് മറ്റൊരു വ്യക്തി നമ്മൾ ഗുഡ് ഇനഫ് ആണ്, ബ്യൂട്ടിഫുൾ ആണ്, കഴിവുള്ളവരാണ്, മൂല്യമുള്ളവരാണ് എന്നെല്ലാം പറയുവാൻ കാത്തിരിക്കുന്നു? നമ്മൾ എത്രയധികം മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി കാത്തിരിക്കുന്നു, അത്രയധികം നമ്മൾ നമ്മളിൽ നിന്നും തന്നെ അകലുന്നു. ഇന്ന് എന്തുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ വാലിഡേഷൻ അന്വേഷിക്കുന്നുവെന്നും അതെങ്ങനെ നമ്മുടെ സ്വയം മൂല്യത്തെ നെഗറ്റീവായി ബാധിക്കുമെന്നും അതിലും പ്രധാനമായി എങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്നും തന്നെ കോൺഫിഡൻസ് കണ്ടെത്താൻ ആരംഭിക്കാമെന്നും നമ്മൾ കാണാൻ പോകുന്നു. ഒരു കൊച്ചുകുട്ടിയെ സങ്കല്പിച്ചു നോക്കാം. അവൾ താൻ വരച്ച ഒരു ചിത്രം മാതാപിതാക്കളെ കാണിക്കുവാനുള്ള ഉത്സാഹത്തിലാണ്. വലിയൊരു പുഞ്ചിരിയോടെ അവൾ അവരുടെ അടുത്തേക്ക് പോകുന്നു. വളരെ മനോഹരമായിട്ടുണ്ട് എന്ന് പറയുന്നതിന് പകരം കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്നാണ് അവൾ കേൾക്കുന്നത്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം 50-ൽ 44 മാർക്ക് കിട്ടിയ അവളോട് കൊള്ളാമല്ലോ എന്ന് പ്രശംസിക്കുന്നതിന് പകരം ബാക്കി 6 മാർക്ക് എവിടെ പോയി എന്ന ചോദ്യമാണ് അവൾക്ക് ലഭിച്ചത്. അങ്ങനെ സാവധാനം മാതാപിതാക്കൾ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചല്ല ഇവ പറഞ്ഞതെങ്കിലും അവൾ ഒരു കാര്യം പഠിക്കാൻ ആരംഭിക്കുന്നു. എൻ്റെ മൂല്യം നിർണ്ണയിക്കപ്പെടുന്നത് ഞാൻ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. വർഷങ്ങൾ കടന്നുപോയി. അവൾ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയായി. എങ്കിലും അവൾ പ്രശംസയ്ക്കായി, ലൈക്സിനായി, കോംപ്ലിമെൻസിനായി കാത്തിരിക്കും. കാരണം ആഴത്തിൽ എവിടെയോ അവൾ പഠിച്ചു വച്ചിരിക്കുന്നത് അംഗീകാരം സമ്പാദിച്ചെടുക്കേണ്ടതാണെന്നാണ്. നിങ്ങളുടെ കഥ മറ്റൊന്നായിരിക്കാം. എങ്കിലും നമ്മളറിയാതെ നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ മൂല്യം മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നുവെന്നതിനെ ആശ്രയിച്ചാണ് എന്നുള്ളത്. പല ആളുകളും അംഗീകാരത്തിനായി കാത്തിരിക്കുന്നത് ശ്രദ്ധ കിട്ടുന്നത് അവരെ സന്തോഷിപ്പിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് അവർ സുരക്ഷിതത്വം അന്വേഷിക്കുന്നത് കൊണ്ടാണ്. ഇത് ചിന്തിക്കാം. ആരെങ്കിലും നമ്മെ പ്രശംസിച്ചാൽ നമ്മുടെ നാഡീവ്യൂഹങ്ങൾ സുരക്ഷിതമായി അനുഭവപ്പെടും. എന്നാൽ ആരെങ്കിലും നമ്മെ കുറ്റപ്പെടുത്തിയാലോ നമ്മുടെ തലച്ചോറ് അതിന് അപകട സൂചനയായാണ് പരിഗണിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മൾ അംഗീകരിക്കപ്പെടുന്നത് നമ്മുടെ പെർഫോമൻസിനെ ആശ്രയിച്ചാണ് എന്ന് കേട്ടു വളർന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്. മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചും തെറ്റൊന്നും പറ്റാതെ ശ്രദ്ധിച്ചും മുന്നോട്ട് നീങ്ങുമ്പോൾ കിട്ടുന്ന പ്രശംസ ഞാൻ ഓക്കെയാണെന്നും കുറ്റപ്പെടുത്തലുകൾ എനിക്കെന്തോ കുഴപ്പമുണ്ടെന്നും ചിന്തിക്കാൻ കാരണമാകും. സത്യം ഇതാണ്, മറ്റുള്ളവരുടെ പ്രശംസയോ കുറ്റപ്പെടുത്തലോ നിങ്ങളുടെ മൂല്യത്തെ നിർണ്ണയിക്കുന്നില്ല. അത് അവരുടെ അഭിപ്രായം മാത്രമാണ്. അവരുടെ അഭിപ്രായം നിങ്ങളുടെ ഐഡന്റിറ്റി അല്ല. പഠനങ്ങൾ കാണിക്കുന്നത് പുറമേ നിന്നുള്ള വാലിഡേഷൻ അന്വേഷിക്കുന്നവർക്ക് പൊതുവെ ലോ സെൽഫ് എസ്റ്റീം ഉള്ളവരും കൂടുതൽ ഉത്കണ്ഠയുള്ളവരും വൈകാരികമായ ഉയർച്ചകളും താഴ്ചകളും കൂടുതലായി ഉള്ളവരുമാണെന്നാണ്. കാരണം അവർ മറ്റുള്ളവരുടെ അഭിപ്രായത്തെ ആശ്രയിച്ചാണ് തങ്ങളുടെ മൂല്യത്തെ നിർണ്ണയിക്കുന്നത്. ഇനി ഈ ഒരു പാറ്റേൺ എങ്ങനെ മാറ്റാൻ സാധിക്കും? മറ്റുള്ളവർ തങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ച് കെയർ ചെയ്യാത്തതല്ല, മറിച്ച് അല്പം കൂടി ആഴമുള്ളതാണ്. മറ്റുള്ളവരുടെ പ്രശംസ മനോഹരമായി തോന്നുമ്പോഴും നമ്മുടെ മൂല്യം അതിനെ ആശ്രയിച്ചല്ല നിലകൊള്ളുന്നത് എന്ന അവസ്ഥയിലേക്ക്, അവബോധത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതാണ്. കാരണം ഏറ്റവും ശക്തമായ ആത്മവിശ്വാസം പടുത്തുയർത്തപ്പെടുന്നത് എല്ലാവരും നമുക്ക് വേണ്ടി കൈയടിക്കുമ്പോഴല്ല, മറിച്ച് ആരും അങ്ങനെ ചെയ്യാത്തപ്പോഴും നമ്മുടെ മൂല്യം നമ്മൾ തിരിച്ചറിയുമ്പോഴാണ്. ഇനി ഒരു നിമിഷം ഒന്ന് പോസ് ചെയ്ത് മറ്റൊരു വ്യക്തിയുടെ അഭിപ്രായം നിങ്ങളെ വളരെയധികം ബാധിച്ച ഒരു സാഹചര്യം ചിന്തിക്കാം. ചിലപ്പോൾ ആരെങ്കിലും കുറ്റപ്പെടുത്തിയതായിരിക്കാം, അവഗണിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും പ്രശംസിച്ചപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻ്റായി തോന്നിയതുമായിരിക്കാം. ഇനി സ്വയം ചോദിക്കാം, അതെന്നെ ഇത്രയധികം സ്വാധീനിക്കാൻ കാരണമെന്താണ്? അവർ പറഞ്ഞ കാര്യമാണോ? അതോ ഞാൻ എന്നെക്കുറിച്ച് വിശ്വസിച്ച ഒരു കാര്യത്തിൽ അത് തൊട്ടതുകൊണ്ടാണോ? ഇനി ഒരു കൈ മൃദുവായി നെഞ്ചിൽ വയ്ക്കാം. സാവധാനത്തിലൊരു ശ്വാസമെടുക്കാം. ഇനി ഉള്ളിൽ പറയാം,
എൻ്റെ മൂല്യം മറ്റൊരാളുടെ അഭിപ്രായത്തേക്കാൾ വലുതാണ്. ഒരിക്കൽ കൂടി, എൻ്റെ മൂല്യം മറ്റൊരാളുടെ അഭിപ്രായത്തേക്കാൾ വലുതാണ്. എങ്ങനെ അനുഭവപ്പെടുന്നുവെന്ന് ശ്രദ്ധിക്കാം. ഇന്ന് തന്നെ നിങ്ങളെ അത് വിശ്വസിപ്പിക്കുവാൻ നിർബന്ധിക്കേണ്ടതില്ല. നിങ്ങളെ തന്നെ ഈ വാക്കുകൾ കേൾക്കുവാൻ അനുവദിച്ചാൽ മതി. ചിലപ്പോഴൊക്കെ ഹീലിംഗ് ആരംഭിക്കുന്നത് പുതിയൊരു വിത്ത് നമ്മുടെ ഉള്ളിൽ പാകുമ്പോഴാണ്. അത് ശക്തമായൊരു വിശ്വാസമാകുന്നതിന് വളരെ മുൻപ് തന്നെ. ഈ ഒരാഴ്ചയിലെ പ്രാക്ടീസിലേക്ക് കടക്കാം. ഇത് നിങ്ങളെ നിങ്ങളുമായി തന്നെ പതുക്കെ റീകണക്ട് ചെയ്യുവാൻ സഹായിക്കുന്നതാണ്. 1. മറ്റൊരു വ്യക്തിയുടെ പ്രശംസയോ കുറ്റപ്പെടുത്തലോ നിങ്ങളുടെ മൂഡിനെ സ്വാധീനിച്ചതായി തോന്നിയാൽ ഒരു നിമിഷം ഒന്ന് പോസ് ചെയ്ത് സ്വയം ചോദിക്കാം, ഞാൻ ഈ അഭിപ്രായത്തിന് അതിനാവശ്യമായതിനേക്കാൾ കൂടുതൽ പവർ കൊടുക്കുന്നുണ്ടോ? സ്വയം വിലയിരുത്താതെ അതിനെ ഒന്ന് നിരീക്ഷിക്കാം. 2. ദിവസത്തിലൊന്നെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങളെ തന്നെ പ്രശംസിക്കുക. അത് വളരെ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും. മറ്റൊരു വ്യക്തി നിങ്ങളുടെ പ്രയത്നത്തെ തിരിച്ചറിയാൻ കാത്തിരിക്കേണ്ടതില്ല. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നയാൾ നിങ്ങൾ തന്നെയായി മാറാം. 3. മറ്റൊരാൾ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് തരുമ്പോൾ സ്വയം എന്താണ് എൻ്റെ പ്രശ്നമെന്ന് ഉടനെ ചോദിക്കുന്നതിനു പകരം ഇതിൽ നിന്ന് എനിക്കെന്താണ് പഠിക്കാൻ സാധിക്കുന്നതെന്ന് സ്വയം ചോദിക്കാം. ഫീഡ്ബാക്ക് നിങ്ങളെ തന്നെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിച്ചേക്കാം. അത് നിങ്ങളുടെ മൂല്യത്തെ നിർണ്ണയിക്കുന്നില്ലെങ്കിലും. മറ്റുള്ളവരുടെ പ്രശംസയിൽ സന്തോഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നമ്മൾ എല്ലാവരും അംഗീകരിക്കപ്പെടുവാൻ, സ്നേഹിക്കപ്പെടുവാൻ, പ്രോത്സാഹിപ്പിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരാണ്. പ്രശ്നം ആരംഭിക്കുന്നത് അത് നമ്മുടെ മൂല്യത്തെ നിർണ്ണയിക്കുവാൻ നമ്മൾ അനുവദിക്കുമ്പോഴാണ്. കാരണം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് നമ്മെ വളർത്തുവാനും അതുപോലെ തകർക്കുവാനും സാധിക്കുന്നതാണ്. യഥാർത്ഥ കോൺഫിഡൻസ് വളരുന്നത് വ്യത്യസ്തമായാണ്. അത് നിശബ്ദതയിലാണ് വളരുന്നത്. ഓരോ തവണ നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുമ്പോൾ വളരുന്നതാണ്. ഓരോ തവണ നിങ്ങൾ നിങ്ങളോട് തന്നെ സഹാനുഭൂതി കാണിക്കുമ്പോൾ വളരുന്നതാണ്. ഓരോ തവണ നിങ്ങൾ നിങ്ങളെ തന്നെ ഇത് ഓർമ്മപ്പെടുത്തുമ്പോഴാണ്. മറ്റാരെങ്കിലും എനിക്ക് വേണ്ടി കൈയടിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ മൂല്യം ഞാൻ തിരിച്ചറിയുന്നു എന്ന്. അടുത്ത ആഴ്ച എന്തുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ അംഗീകരിക്കുവാൻ പ്രയാസപ്പെടുന്നുവെന്ന് നമ്മൾ കാണാൻ പോകുന്നു. ഇത് 30 ദിവസത്തെ സെൽഫ് വർത്ത് ആൻഡ് കോൺഫിഡൻസ് സീരീസിന്റെ ഡേ 6. ഈ ഒരു വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങൾ വൈകാരിക അമിതഭാരം അനുഭവിക്കുന്നവരോ അമിത ചിന്തയാൽ പ്രയാസം അനുഭവിക്കുന്നവരോ കൂടുതൽ വൈകാരിക ശാന്തതയ്ക്കുള്ള വഴികൾ അന്വേഷിക്കുന്നവരോ ആണെങ്കിൽ നിങ്ങളെ എൻ്റെ ലൈവ് ഇമോഷണൽ റീസെറ്റ് വർക്ക്ഷോപ്പിലേക്ക് ക്ഷണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുമിച്ച് നമുക്ക് പഠിക്കുകയും വിചിന്തനം ചെയ്യുകയും സിമ്പിളായ ടൂളുകൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം. സപ്പോർട്ടീവും സുരക്ഷിതവുമായ ഒരു അന്തരീക്ഷത്തിൽ. ഈ ഒരു വർക്ക്ഷോപ്പിന്റെ ഡേറ്റും സമയവും രജിസ്ട്രേഷന്റെ വിവരങ്ങളും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു യാത്രയിൽ നിങ്ങളും ജോയിൻ ചെയ്യുന്നത് വളരെ സന്തോഷമുള്ള കാര്യമായിരിക്കും.